കുഴപ്പമില്ല, പടം ഇഷ്ടപ്പെട്ടു. വെങ്കിനെ കണ്ടതിൽ സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു കിങ്ഡം? മേക്കിംഗ് നന്നായിട്ടുണ്ട്. വെങ്കടേഷ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിട്ട് വില്ലനായിട്ട് തകർത്തു പുള്ളി. പുള്ളിയുടെ സ്പീച്ച് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ്. പക്ഷേ ഒരു ചെറിയൊരു ഒരു അണ്ണൻ പാസമൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും ഒരു പീക്കിലങ്ങ് പോണുണ്ട്. സംഭവം കൊള്ളാം. അനിരുദ്ധിന്റെ ഈജം പ്ലേസ്മെന്റ് എല്ലാം പക്കയായിട്ടുണ്ട്. അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു മൂവിയായിരുന്നു. പിന്നെ നമ്മുടെ വിജയുടെ അഭിനയം, നമ്മുടെ മലയാളത്തിന്റെ വെങ്കി വില്ലനായിട്ടുള്ള അത്, പിന്നെ നമ്മുടെ അതിന്റെ സിനിമാറ്റോഗ്രാഫി പറയാം നല്ല അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്. രണ്ട് മലയാളികളാണ്, ഗിരീഷും ജോമോനുമാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ തെലുങ്ക് സിനിമയിൽ കാണുന്ന പോലെ 100 വെടിയുണ്ടായി ഏറ്റാലും നായകനെ എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഹൈപ്പുള്ള അങ്ങനെയൊന്നുമല്ല. നോർമൽ നമുക്ക് റിയാലിറ്റിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. നല്ല മൂവി, നമുക്ക് ഒരു ബോറിംഗ് ഒന്നുമല്ല. നല്ല മങ്ങയിൽ നല്ലൊരു വിജയുടെ എല്ലാ സിനിമയിലും പുള്ളിയുടെ നല്ല ആക്ടിങ് ആണല്ലോ. നല്ലൊരു മൂവിയാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് പറയാനുള്ള സിനിമയൊന്നുമല്ല, പക്ഷെ ഒരു ബോറിംഗ് ഒന്നുമല്ല, അല്പവും മുഷിവുണ്ടാക്കുന്ന സിനിമയൊന്നുമല്ല. നല്ല മൂവി. രസമുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും നല്ല രസമുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. തിയേറ്റർ വാച്ചിനുള്ളതുണ്ടോ? എന്തായാലും തിയേറ്റർ വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം, നല്ല പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം കൊള്ളാം, ബോറിംഗ് ഇല്ല, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് കുറച്ച് ഇതായിപ്പോ. അതൊരു സിനിമ അനിരുദ്ധാണ് സിനിമയിൽ മെയിൻ താരം. അനിരുദ്ധ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ദേവരകൊണ്ടാണ് ഡിയർ കോമ്പിനേഷൻ. ഇതൊരു നല്ല സിനിമയാണ് അടുത്ത കരിയറിൽ. ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഡയറക്ടറിന്റെ ഒരു പറയുന്ന കേട്ട് കാണുമായിരിക്കും. സത്യത്തിൽ ആ പുള്ളി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ദേവരകൊണ്ടോട് അടിച്ചിക്കാൻ പറ്റിയൊരു വില്ലനാണെന്ന് തോന്നില്ല. എന്നാലും പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ല വയലൻസ് വെച്ച് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അഭിനയം അറിയാം. പുള്ളി എവിടെ ആരും മൈൻഡ് ചെയ്യാത്ത പുള്ളി അവിടെ പോയത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കഴിവുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും വരും. ഹൈ മൊമെന്റ് ആക്കാൻ വേണ്ടി അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ട്. അതോടെ പണം കയറി അങ്ങ് ഒരു വേറെ ലെവലിൽ പോകും. എടുത്ത് പറയാനുള്ളത് വെച്ചാൽ നായകനൊക്കെ സ്കോർ ചെയ്തത് വെങ്കിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്ട് ചെയ്തു, പക്ഷേ ഇത്രയും ലെവലിൽ നല്ല കഷ്ടപ്പാടിനുള്ള പല ഈ പടത്തിലുണ്ട്. ഒരു രക്ഷയിലത്തെ സ്ക്രീൻ പ്രസൻസ് എല്ലാം വേറെ ലെവൽ. വിജയ് ദേവരകൊണ്ടയുടെ കൂടെ ഇത്രയും ഇതിലൊരു ഫസ്റ്റ് തമിഴ് പടം തെലുങ്ക് പടത്തിൽ ഇത്രയും ലെവലായിട്ട് നിൽക്കുക വലിയ സംഭവം തന്നെയാണ്. പടം നമുക്ക് ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൂപ്പറായിട്ട് കാണാൻ പറ്റിയ വിജയ് ദേവരകൊണ്ട ഇത്ര ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. കംബാക്കിന് പറ്റിയ പടം, ഫസ്റ്റ് തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം തന്നെ.